റംസി അജു. അപ്പൊ നമുക്ക് ഇന്ന് റമളാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് വേറെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയി പോയി. അപ്പൊ നമ്മിപ്പോ നോമ്പൊക്കെ തുറന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടാ, ഒരു 8:30 മണിയൊക്കെ ആയിപ്പാ. അപ്പൊ നമ്മ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അപ്പു നോമ്പൊക്കെ തുറന്നിട്ട് അപ്പു പറഞ്ഞിങ്ങനെ ഭയങ്കര പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് അല്ലേന്ന്. അപ്പൊ ഞാൻ പറയാം നമുക്ക് പാനിപ്പൂരി കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് പിന്നെ കുറച്ചിനം കണ്ട് എനിക്കൊരു ഐഡിയ വന്നു, എന്തായാലും പാനിപ്പൂരി കഴിക്കാന്ന് പറഞ്ഞാണ്. ഇപ്പൊ നോമ്പൊക്കെ തുറന്നിട്ട് ഓൾറെഡി വയറ് ഫുള്ളാണ്. അപ്പൊ ഈ വയറ് ഫുള്ളായ വയറ് വെച്ചിട്ട് എത്ര പാനിപ്പൂരി കഴിക്കും നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ റെഡിയാണ്, ഞാൻ റെഡിയാണ്, ഓൾറെഡി എനിക്ക് പാനിപ്പൂരി ഇഷ്ടമാണ്, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നേരെ കൊച്ചിയിലോട്ട് പോയിട്ട് നമുക്ക് പാനിപ്പൂരിയുടെ നമ്മുടെ മെയിൻ ഫുഡ് സ്പോട്ടിലോട്ട് പോവാം. നമ്മ പാനിപ്പൂരി കഴിക്കണ ഒരു സ്പോട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ ഷോർട്സ് കാണുന്നവർക്കൊക്കെ. അപ്പൊ അങ്ങോട്ട് പോവാ അല്ലേ? കഴിക്കോല ഉറപ്പാണല്ല. അങ്ങനെയൊന്നും ഇല്ല, എന്റെ കാശും അപ്പൂനാശൊക്കെ സെയിം സെയിം അല്ലേ? അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മ ഉമ്മേന്റെ ഷോപ്പിലോട്ട് വന്ന്, കാരണം റുവ ബേബിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ട് സെറ്റുകളൊക്കെ, ഡേ കെയറിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ട് സെറ്റുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ തീർന്ന്. അപ്പൊ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടാ. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇങ്ങനത്തെ കോട്ട് സെറ്റുകളൊക്കെ 2 വയസ്സിനോട്ടാ സ്റ്റാർട്ടിങ്. ഇവിടെ 1 വയസ്സിന്റെ ഒക്കെ തീർന്ന്. അപ്പൊ നമുക്കിപ്പോ ഫ്രോക്ക് ഐറ്റംസ് എല്ലാം എടുത്തേക്കണം. ഫ്രോക്ക് ഐറ്റംസ് അത്ര മാച്ച് ആവൂല അല്ലേ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മ കുറച്ച് ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കൊച്ചി പോവാല. ബേബി എവിടെ? ഹലോ, എന്താണ് കൊച്ചിന്റെ ഡ്രസ്സൊക്കെ മര്യാദക്കിട്. റുവാമി അയ്യേ, എന്താണിത്? കൊള്ളൂല, ബാഡ് ഗേൾ ആണ്, ബാഡ് ഗേൾ. അങ്ങനെ ഫൈനലി നമ്മ പാനിപ്പൂരിയുടെ ഷോപ്പിലെത്തി അല്ലേ? 3 സെറ്റ് പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. എവിടെ? എന്താണ് താങ്കളുടെ ഇപ്പത്തെ സിറ്റുവേഷൻ? എന്താണ് ഞാൻ ഇപ്പൊ 3 പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്ര വരെ പോവും? വണ്ടി വഴിക്ക് അവിടെ ഇല്ല. അടുപ്പറ നമ്മ റോറോ കേറണതിന് മുമ്പ് ചീറ്റോസ് ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് കഴിച്ച് തീർത്താ മതി അല്ലേ റുവാപ്പി? റുവാപ്പിക്ക് ഇവിടെ 2 വരുമ്പോൾ കണ്ട് പൂട്ടി 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 കൈ അയ്യോ പല്ല് കാണിക്കാൻ നോക്കിയാണ്. റുവാപ്പി പല്ല് കാണിച്ചു കൊടുത്തേ, പല്ല് 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 കാണിച്ചു കൊടുക്ക്. സോസ് ഒഴിച്ചു. സോസ് ഒഴിക്കാല. ചില്ലി സോസ് ആണോ? എല്ലാ ടൊമാറ്റോ അതും ഇല്ലേ? അന്ന് സോസ് പൊയ്ക്കണ്ട, കാരണം പയ്യെ പയ്യെ കഴിക്കോളൂ. ഒരെണ്ണത്തിൽ ഒഴിച്ചാ മതി. എന്തായാലും മറ്റേന്നുണ്ട് കാണിച്ചല്ല. കഴിക്കല് നിക്ക് കുറച്ച് സമാധാനം. ഒരെണ്ണത്തിൽ എത്രണ്ണുണ്ട്? 7 എണ്ണം ഒരെണ്ണത്തില്. ഈ പാനി കൂടെ വെച്ചേ, പാനി വെച്ചേ. ഇവിടെ 6 ഫ്ലേവേഴ്സ് ഓഫ് പാനി ഉണ്ട്. റുവാപ്പി എന്റെ കയ്യിലുണ്ട് കേട്ടോ, അതാണ് ഇടക്കിടക്ക് ക്യാമറ ഷേക്ക് ആവണം. മിന്റിന്റെ, സ്വീറ്റിന്റെ, സ്പൈസിയുടെ. റുവാപ്പി അതെന്താണ്? കട്ടാമീറ്റ. അത് മറ്റേ പുളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഉണ്ടാവും. ഇവിടെ 6 ഫ്ലേവേഴ്സ് ഉണ്ട്. എനിക്ക് സമാധാനപ്പെട്, പാനിയൊക്കെ ഫുള്ള് വറ്റേ. സ്റ്റാർട്ട് ചെയ്തോട്ടാ. ഇപ്പൊ എന്ത് പാനി ആവശ്യിക്കണം? അതൊന്നും ഓർക്കല്ല, കഴിച്ച് ചെയ്യുമ്പോ അറിയാ. 1 സ്പീഡിന് കഴിക്കത് കണ്ടിട്ട് എനിക്കും കൊതിയാവുണ്ട്. മൂന്ന് 4 ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഒരിതില്ല, ആരെങ്കിലും എതിരാളികളെ ഉണർന്നു.
സ്വന്തമായിട്ട് കഴിച്ചിട്ട് അല്ലേ? അതാകുമ്പോ ആർക്കും മേടിച്ചും കൊടുക്കണ്ട, ആർക്കും പൈസയും കൊടുക്കണ്ട. എപ്പ എത്ര 6 നിങ്ങൾ ഓർക്കണം ഗൈസ്, നോമ്പൊക്കെ തുറന്നിട്ട് ഓൾറെഡി വയറ് ഫുള്ളാണ്. പോരാതെ ഐസ്ക്രീം, ചീറ്റോസ്, ഒന്നും പറയാനില്ലേ? റുവാപ്പി ഇവിടെ എങ്ങനെ തിന്നണ്ടോ താൻ? എങ്ങനെ തിന്നണ്? എന്താണ് വേറെന്തെങ്കിലും? സമൂസ, ചാറ്റ്, ബേൽപൂരി, സേവ്പൂരി, വടാപ്പാവ്. ഇപ്പൊ എത്ര 12 ആവാൻ ഒരു 10 10 ഇപ്പൊ 12 ആവാൻ ഇപ്പൊ 11. ഒരെണ്ണത്തില് 7 ഉണ്ടല്ലേ? എന്താണ് 14 പാനിപ്പൂരി കഴിച്ചിരിക്കുകയാണ് ഗൈസ്. അടുത്ത പ്ലേറ്റ്. ഇവിടുത്തെ പാനിപൂരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നല്ല ഹൈജീനിക് ആയതാറാ, പിന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. 15, 16 ഉണ്ടോ? 16. റെസ്റ്റിംഗ് ടൈം വരുമോ? റെസ്റ്റിംഗ് ടൈം ഒന്നുമില്ല. അങ്ങോട്ട് വെക്ക ഓരോന്ന് വായി വെക്ക, അടുത്തത് വെള്ളം ഒഴിക്ക, പിന്നെ വായിലോട്ട് വെക്ക. സ്വീറ്റ് ഉണ്ടാവോ? സ്വീറ്റ് പാനി. അതിൽ ടൊമാറ്റോ സോസ് ഓൾറെഡി വെച്ചിട്ടില്ലേ? അത് ഒറ്റടിക്ക് തീർത്ത് 21 പാനിപ്പൂരി. ഒരു പ്ലേറ്റും കൂടെ. എങ്ങോട്ടേക്ക് പോണതൊക്കെ ഒരെണ്ണം തരോ? കൊതിയാണ് വന്നിട്ട് 21 ആകാൻ ലാസ്റ്റ് 2 കൂടെ. എന്താ റുവാപ്പി തീർത്തിരിക്കണം. അടുത്ത പ്ലേറ്റ് വച്ചേ എന്നിട്ട് ബാക്കി കാണിച്ചെടുക്ക. 21 പാനിപ്പൂരികള് എതിരാളികളില്ലാണ്ട് കഴിച്ചിട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒരു പാനിപ്പൂരിക്ക് 50 രൂപ വെച്ച് വരും. അങ്ങനെ ഞാൻ ഒരു 21 കൂടി കഴിക്കാം. 50 രൂപ എന്നിട്ട് പൈസ അല്ലാതെ 10 രൂപ വെച്ചൊരു പാനിപ്പൂരി. അങ്ങനെയാണ് ഈ 2 സമൂസ ചാട്ടും കൂടി പറയാനുള്ള പൈസ. ഞാൻ 21 പാനിപ്പൂരി കഴിച്ചാൽ നീ പറഞ്ഞ കഴിച്ചോടി. എന്റെ ഭാര്യയല്ലേ നോത്തിട്ട് വെള്ളുറക്കിരിക്കണല്ലേ നോക്കിട്ട് ഒരെണ്ണം പോലും തന്നില്ല. എന്താണ് ഇവിടെ? ഓഫ്, അവക്കത് എടുക്കാൻ വേണ്ടിട്ട് ചലഞ്ചായിരിക്കണ റുവാപ്പി പ്ലേറ്റ് പിടിക്കല്ലേ? ചലഞ്ച് ചെയ്ത് കാണൂലാരും. റുവാപ്പി എന്താണ് പറയാനുള്ളത്? റുവാപ്പിക്ക് ഒടിക്കോ അത്? പേടിയില്ലേ നിനക്കാര്? ഗൈസ് ഇവിടെ അടുത്ത പ്ലേറ്റ് പറഞ്ഞേക്കണേട്ടാ. 3 പ്ലേറ്റ് തിന്ന് തീർത്ത്. പേടിയുണ്ടോ? എന്തിന്?
ഞാൻ എന്തായാലും ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്യുക, കാരണം എനിക്ക് നല്ല കൊതിയാൻ വേണ്ടി. അടുത്ത 2 പ്ലേറ്റ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇല്ല കഴിച്ച അടുത്ത 2 പ്ലേറ്റ്. വെള്ളം ഒഴിക്കാണല്ലേ? സ്പീഡിനടി കഴിക്ക്. സ്വീറ്റ് കഴിക്കാൻ പറ്റിയ പലഹാരമില്ല. ഇതിന്റെ വക്കും ചെയ്തൊക്കെ പല്ലിന്റെ കയറിയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടും. അതിനാണ് പാനി വെച്ചിട്ട് കുറച്ച് മെൽറ്റ് ആയിട്ട് കഴിക്കണം. ബില്ല് കൊടുക്കണ്ടോ? ഞാനല്ലല്ല ബില്ല് കൊടുക്കണം, സ്വയം കൊടുത്തു. എന്ത് ഈ പ്ലേറ്റും കൂടി ആക്കി നിർത്തലാണ്. ഇങ്ങനെയാണ് വാപ്പിയുടെ സമ്മതിക്കാനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് 5 പ്ലേറ്റ് ആവാൻ വേണ്ടി ബാക്കി 1 പ്ലേറ്റും 2 പാനിപ്പൂരി. ഒരു പ്ലേറ്റാ? ആ, ബാക്കി 1 പ്ലേറ്റും വേറെ 2 പാനിപ്പൂരി. എന്താണ് ഇവിടെ? ഞാൻ ഈ ചലഞ്ച് വിജയിക്കില്ല. അനുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയാനെ. അതാണ് പറഞ്ഞത് എതിരാളില്ലാണ്ട് ജയിച്ചത്. എതിരാളില്ലാത്തോണ്ട് എത്ര കഴിച്ചു? ഒരെണ്ണം കഴിച്ചോക്കാൻ തോന്നുന്നു. പറഞ്ഞത് ഇതിടങ്ങേറാക്കണം. അഞ്ചാമത്തെ പ്ലേറ്റ്. സ്പീഡിന് കഴിക്കുന്നതാണ്. ഇതാണ് ചാലഞ്ച്. 5 പ്ലേറ്റുകളായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡിന് ഇന്നോട്ടാ, സ്പീഡിന് ഇറക്കുമ്പോ അപ്പൊ തന്നെ അടുത്ത് വെക്കണം. ഇറക്കി അപ്പൊ തന്നെ അടുത്ത് വെക്കണം. മതിയായ എന്നാലും ഭാര്യ കൊടുക്കൂലെന്ന്. അപ്പൊ എത്രയാണ്? 5×7 35 പാനിപ്പൂരി. കൈക്ക് എന്താണിത്? പക്ഷെ ഇത് ഭയങ്കര ഇതാണ്, കാരണം ഒരു എതിരാളികളെ വേണോർന്ന്. അടുത്ത ചലഞ്ച് വടാപ്പാവിൽ പിടിക്കാനോ? കഴിക്കുമെങ്കിൽ കഴിച്ചു. അരമണിക്കൂർ ഗൈസ് അങ്ങനെ 5 പ്ലേറ്റ് കഴിച്ച് ഒറ്റക്ക്, എതിരാളികൾ ആരും ഇല്ലാണ്ട് ഒറ്റക്ക് ഫുള്ളും കഴിച്ചിട്ട് വിന്നറായിട്ടിരിക്കുകയാണ് അപ്പൂട അല്ലേ? ഇതിപ്പോ ആർക്കായാലും പറ്റും. പറഞ്ഞ എതിരാളികൾ ആരില്ലെങ്കിൽ നടക്കും. അത് ശരിയാണ്. ഞാനപ്പോ ഈ വടാപ്പ ഒന്ന് കഴിച്ചോട്ടെ. ഇതിനൊന്ന് പിടിക്കോ? ഞാൻ ഇതിൽ കഴിച്ചോട്ടെ. അതിന് മുമ്പ് നമ്മാരും കഴിച്ചിട്ടില്ല. പേര് പറയാൻ കിട്ടൂല ഇങ്ങനത്തെ ഫുഡിന്റെ. അത് മാത്രമുള്ള ഞങ്ങളെ പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്തേ പാനിപ്പൂരി പാനിപ്പൂരി വന്നിട്ടാണ് പറഞ്ഞ് 2 വലിയ ചിമുട്ടുന്ന ബണ്ണ് കഴിച്ച് തീർക്ക്. എനിക്കുണ്ടാവും. അങ്ങനെ പാനിപ്പൂരി ചലഞ്ചൊക്കെ ആയിട്ട് നമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൂന്റെ വീട്ടിലാണ്ട്, കൊച്ചിയിലാണ്. അപ്പൊ ഇവിടെ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനി വ്ളോഗ് പോലെ ഒരു ചലഞ്ച് വീഡിയോ എടുത്തേണ്ടാ. അപ്പൊ ഇനി ഇവിടെ ഷർട്ടൊക്കെ ഇട്ടെങ്കിൽ വയറാൻസിനാണ് വയർ വീർത്ത് പൊട്ടാനായൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ കണ്ണു കണ്ടുവെക്കാൻ എന്താന്നാ. അപ്പൊ അടുത്ത റമദാൻ സീരീസ് ആയിട്ട് ഇനിയും വരും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ.